ഗാസ മുനമ്പിലെ അതിതീവ്രമായ മാനുഷിക പ്രതിസന്ധി ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈജിപ്തിലെ ജനങ്ങൾ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായഹസ്തം നീട്ടുകയാണ്. ഇസ്രയേൽ ഉപരോധം കാരണം കൊടിയ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തിയ ഗാസയിലെ ജനതയ്ക്ക് പ്രതീക്ഷയുടെ ഒരു കിരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ കടലിൽ നിന്ന് കടലിലേക്ക് ഗാസയ്ക്കായി പ്രതീക്ഷയുടെ ഒരു കുപ്പി എന്ന പേരിൽ ഒരു അസാധാരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ആയിരക്കണക്കിന് ഈജിപ്തുകാർ, കുട്ടികൾ ഉൾപ്പെടെ അരി, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മറ്റു ഉണങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ എന്നിവ 1 ലിറ്ററിന്റെയും 2 ലിറ്ററിന്റെയും പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറച്ച് മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒഴുക്കിവിടുന്ന കാഴ്ച ഹൃദയഭേദകമാണ്. ഈ ഭക്ഷ്യവസ്തുക്കൾ ഗാസയുടെ തീരത്തേക്ക് ഒഴുകിയെത്തുമെന്നും അവിടെയുള്ള പട്ടിണി മാറ്റാൻ സഹായിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. അറബ് മാധ്യമങ്ങൾ ഈ സംഭവം വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കേവലം ഒരു സഹായ പ്രവർത്തനത്തിനപ്പുറം ഇസ്രയേലിന്റെ കർശനമായ ഉപരോധത്തിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം കൂടിയാണ്. ഗാസയുടെ അതിർത്തികളിലെ ഉപരോധം നാൾക്കുനാൾ കടുക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ മാനുഷിക സാഹചര്യം അതീവ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ മനുഷ്യാവകാശ ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മരുന്നുകളുടെയും ഭക്ഷണത്തിന്റെയും പോഷകാഹാരത്തിന്റെയും ദൗർബല്യം മൂലം മരണപ്പെട്ടവരുടെ എണ്ണം 113 ഉയർന്നു. ഇത് മരണങ്ങളിൽ ഭൂരിഭാഗം കുട്ടികളാണ് എന്നത് സ്ഥിതിയുടെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ മാത്രം 21 കുട്ടികളാണ് പട്ടിണിയും പോഷകാഹാര കുറവും കാരണം ഗാസയിൽ മരണപ്പെട്ടതെന്ന റിപ്പോർട്ടുകൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ മരണങ്ങൾ രേഖപ്പെടുത്തുന്നത് ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. സഹായം എത്തിക്കാനുള്ള പരമ്പരാഗത മാർഗങ്ങൾ അടയ്ക്കപ്പെട്ടപ്പോൾ ഈജിപ്ഷ്യൻ ജനത ഒരു പുതിയ വഴി കണ്ടെത്തിയിരിക്കുകയാണ്. കടലിലൂടെയുള്ള ഈ പ്രതീക്ഷയുടെ കുപ്പികൾ ഗാസയിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുമെന്ന പ്രത്യാശയിലാണ് അവർ. ഈ ക്യാമ്പയിനിൽ പങ്കെടുത്ത പലരും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനും ഗാസയിലെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുമാണ് ഇത് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കി. ഞങ്ങളുടെ സഹോദരങ്ങൾ വിശപ്പിൽ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല, ഒരു പ്രവർത്തകൻ പറഞ്ഞു. ഇതൊരു ചെറിയ ശ്രമമാണെന്ന് തോന്നാമെങ്കിലും ഇത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഗാസ ഒറ്റയ്ക്കല്ല എന്ന്. ഈജിപ്ഷ്യൻ ജനതയുടെ ഈ ഉദ്യമം മറ്റ് മെഡിറ്ററേനിയൻ തീരദേശ രാജ്യങ്ങളായ ലിബിയ, ടുണീഷ്യ, അൾജീരിയ, മൊറോക്കോ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പ്രചോദനമായിട്ടുണ്ട്. ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്ന് തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ അവരോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സംഭവം അറബ് ലോകത്തും അതിനപ്പുറം വലിയ ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. ഇത് ഇസ്രായേൽ ഉപരോധം മൂലം ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ വീണ്ടും ആകർഷിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഈജിപ്തുകാർ കുപ്പികളിൽ ഭക്ഷ്യധാന്യങ്ങൾ നിറയ്ക്കുന്നതിന്റെയും കടലിലേക്ക് ഒഴുക്കി വിടുന്നതിന്റെയും വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാഴ്ചക്കാരിൽ വലിയ വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു. അതേസമയം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് അടിയന്തരമായ പരിഹാരം കാണണമെന്ന് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് 100-ലധികം സന്നദ്ധ സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. മേഴ്സി കോർ, നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ, റെഫ്യൂജി ഇന്റർനാഷണൽ എന്നിവയുൾപ്പെടെ 111 സംഘടനകൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഗാസയിൽ ഒരു മാനുഷിക ദുരന്തം ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഉടൻ ഇടപെടണമെന്നും ഉപരോധം അവസാനിപ്പിക്കണമെന്നും എല്ലാ അതിർത്തികളിലൂടെയും സഹായം എത്തിക്കാൻ അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കുട്ടികളടക്കമുള്ളവർ പോഷകാഹാര കുറവ് മൂലം മരിക്കുന്നത് അത്യന്തം വേദനാജനകമാണെന്നും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്നും ഈ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. ഒരു വലിയ ജനവിഭാഗം, പ്രത്യേകിച്ച് ദുർബലരായ കുട്ടികളും സ്ത്രീകളും വിശപ്പും രോഗങ്ങളും കാരണം മരിച്ചു വീഴുമ്പോൾ ലോകം നിശബ്ദനായി നോക്കി നിൽക്കുന്നത് വലിയ ദുരന്തമായിരിക്കും. ഗാസയിലെ സാഹചര്യം ഒരു യുദ്ധഭൂമി എന്നതിനപ്പുറം ഒരു വലിയ തടവറയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ജീവിതം അസാധ്യമാക്കുന്ന തരത്തിൽ അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഇല്ലാതാക്കുന്നു. ശുദ്ധജലം, മരുന്നുകൾ, ഇന്ധനം എന്നിവയുടെ ലഭ്യതയും വെല്ലുവിളിയാണ്. ആശുപത്രികൾ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അസുഖങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. അവരുടെ ഭാവിയും ഇരുളടഞ്ഞതാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈജിപ്തിലെ ജനങ്ങളുടെ ഈ ചെറിയ പരിശ്രമം പോലും വലിയ അർത്ഥം ഉൾക്കൊള്ളുന്നു. ഇത് മനുഷ്യത്വത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുള്ള ഒരു പ്രകാശം കൂടിയാണ്. ഗാസയുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളുടെയും സംഘടനകളുടെയും പിന്തുണയും ഈജിപ്ത്യൻ ജനതയുടെ ഈ അസാധാരണ സഹായ പ്രവർത്തനങ്ങളും ഗാസയിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവമായി ഇടപെടുകയും മാനുഷിക സഹായം തടസ്സങ്ങളില്ലാതെ ഗാസയിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ലാത്തപക്ഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിൽ ഒന്നായി ഗാസ മുനമ്പ് മാറിയേക്കാം.